Future Careers Abroad Mega Seminar by Global Edu. June 1 ശനിയാഴ്ച മെൻഡർ അക്കാദമി ഹാൾ കോതമംഗലം. കോതമംഗലം പീസ് വാലി പ്രാർത്ഥന ചിൽഡ്രൻസ് വില്ലേജിന് പ്രൗഢമായ തുടക്കം. പ്രാർത്ഥന ഫൗണ്ടേഷൻ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ CK പത്മകുമാറും ചലച്ചിത്ര നടൻ ഫഹദ് ഫാസിലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം പീസ് വാലി പ്രാർത്ഥന ചിൽഡ്രൻസ് വില്ലേജിന് പ്രൗഢമായ തുടക്കം. റെസിഡൻഷ്യൽ ലൈഫ് സ്കൂൾ, ഉപേക്ഷിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കുള്ള അമ്മത്തൊട്ടിൽ എന്നിവയാണ് കോതമംഗലം പീസ് വാലി ക്യാമ്പസിൽ 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാരുടെ അതിജീവനം ചോദ്യചിഹ്നമാകുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യകരമായ പദ്ധതിയാണ് സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള അമ്മത്തൊട്ടിലും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. പ്രാർത്ഥന ഫൗണ്ടേഷൻ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ CK പത്മകുമാറും ചലച്ചിത്ര നടൻ ഫഹദ് ഫാസിലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികളിൽ പ്രാർത്ഥന ഫൗണ്ടേഷൻ തുടർന്നും പീസ് വാലിക്കൊപ്പം ഉണ്ടാകുമെന്ന് CK പത്മകുമാർ പറഞ്ഞു. പീസ് വാലിയുടെ പ്രവർത്തനങ്ങൾ അതിശയപ്പെടുത്തുന്നതാണെന്നും പീസ് വാലിക്കൊപ്പം തുടർന്നും ഉണ്ടാകുമെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു. സെൽഫി എടുക്കാൻ എനിക്ക് സെൽഫി എടുക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ അവർക്ക് വേണ്ടി ഞാൻ സെൽഫി എടുക്കാൻ പോകുമ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറെ മുഖങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങൾ. ആ മുഖങ്ങളോട് എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ വെളിച്ചത്തിൽ ഇന്ന് ഈ പീസ് വാലിയിൽ എന്നെ എത്തിച്ച ജഗദീശ്വരനോടും മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞ് ഇനി പീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതുപോലും എനിക്ക് അറിയില്ല. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. വടക്കൻ പടവൂർ ആസ്ഥാനമായ പ്രാർത്ഥന ഫൗണ്ടേഷനൊപ്പമാണ് പദ്ധതിക്കായി ചിൽഡ്രൻസ് വില്ലേജ് കൈകോർത്തത്. ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ശുചിമുറി ഉപയോഗിക്കാനും തൊഴിൽ പരിശീലനത്തിനുമുള്ള പാഠങ്ങളുമാണ് ഇവിടെ പരിശീലിപ്പിക്കുക. 150 കുട്ടികൾക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്റർ 2 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുരളി തുമ്മാരുക്കുടി, സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സെറിബ്രൽ പാൽസി ബാധിതയായ ശാരിക AK, MA മുഹമ്മദ്, ഡിസബിലിറ്റി ആക്ടിവിസ്റ്റ് ധന്യ രവി, പീസ് വാലി ഉപാധ്യക്ഷൻ KM യൂസുഫ്, രാജീവ് പള്ളുരുത്തി, ഡോക്ടർ സാം പോൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.